മാലിന്യം തള്ളിയതിന് ലോഡ്ജിന്റെ ഉടമയ്ക്ക് പഞ്ചായത്ത് 50,000 രൂപ പിഴയിട്ടു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ഉടമയ്ക്ക് കോടതി ആ പിഴ 1 ലക്ഷമാക്കി കൊടുത്തു. സ്ഥിരമായി കക്കൂസ് മാലിന്യം അടക്കം ഈ 8 ലാൻഡ് എന്ന് പറയുന്ന ലോഡ്ജിൽ നിന്ന് പുഴയിലേക്ക് തള്ളുന്നതാണ്. പലതവണ പഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകി, പക്ഷേ അത് അവഗണിച്ചുകൊണ്ടും ഈ നടപടി തുടർന്നു. ഇതിനെ തുടർന്നാണ് CCTV അടക്കം പരിശോധിച്ച് ഈ ഹോട്ടലിന് 50,000 രൂപ ഒരു കടുത്ത ശിക്ഷ എന്ന നിലയിൽ പഞ്ചായത്ത് പിഴ ചുമത്തിയത്. ഈ റിസോർട്ടിന്റെ ഉടമ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഡിക്കോത്തയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഫ്രാൻസിസ് മിൽട്ടൺ ആണ് ഇത് നടത്തുന്നത്. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത് തന്റെ ഉടമസ്ഥതയിലല്ല, തന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലാണ് ഈ കെട്ടിടമെന്നും പിഴ ചുമത്തിയത് ശരിയല്ല എന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം. പക്ഷേ ഹൈക്കോടതിയിൽ പഞ്ചായത്ത് ഈ ലോഡ്ജിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഫ്രാൻസിസ് മിൽട്ടന്റെ പേരിലാണ് എന്ന് തെളിയിച്ചു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ തെറ്റായ കാര്യങ്ങൾ ബോധിപ്പിച്ച് നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് 50,000 രൂപ കൂടി അധിക പിഴ ഇദ്ദേഹത്തിന് ചുമത്തിയത്. ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഫ്രാൻസിസ് മിൽട്ടന് 50,000 രൂപ അധിക പിഴ ചുമത്തുക മാത്രമല്ല, അദ്ദേഹത്തിന് കോടതി ചിലവായി ഏതായാലും 50,000 രൂപയിലധികം ചിലവായിട്ടുണ്ടാകും. അങ്ങനെ 1 ലക്ഷം രൂപയിലധികമായി അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വന്നു. നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത്തരം നടപടികൾ, ഇത്തരം പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുകയും ജലസ്രോതസ്സുകൾ മലിനമാക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്.